ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് ഓർഡിനറി ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓർഡിനറി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സാണ് നോക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റീസും ഓവൈസ് എന്താണെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചതാണ്. ഇനി നമുക്ക് നോക്കാൻ പോകുന്ന ഓർഡിനറി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സാണ്. A multi-programming operating system performs several functions that relate to security. അതായത് നമുക്കറിയാം വിൻഡോസ് എന്ന് പറയുന്നൊരു സിമ്പിളായിട്ട് എക്സാമ്പിൾ വിൻഡോസ് ഒരു മൾട്ടി പ്രോഗ്രാമിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അല്ലേ. അപ്പം വിൻഡോസ് എന്താണ്, സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു OS എന്തൊക്കെ രീതിയിലാണ് സെക്യൂരിറ്റി ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ഓവർവ്യൂ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കുക. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തൊക്കെ കാര്യങ്ങളെ സെക്യൂർ ചെയ്യുന്ന അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. യൂസർ ഇൻ്റർഫേസുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്, സർവീസുകൾ, ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സർവീസുകൾ, അതായത് പ്രോസസ് സിൻക്രണൈസേഷൻ, അതുപോലെ കൺകറൻസി കൺട്രോള്, അതുപോലെ ഡെഡ് ലോക്ക് മാനേജ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻസ്, അതുപോലെ അക്കൗണ്ടിങ് ഒക്കെ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സർവീസുകളാണ്. അപ്പം ഇതിനൊക്കെ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ. അതുപോലെ എന്താണ് റിസോഴ്സ് അലോക്കേഷൻസ്, അതായത് റിസോഴ്സുകളുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിസോഴ്സുകൾ, ഡേറ്റ, പ്രോഗ്രാമുകൾ, അതുപോലെ സി പി യു എന്താണ് ഒരു റിസോഴ്സാണ്. അതുപോലെ മെമ്മറി, അതുപോലെ IO ഡിവൈസുകൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളൊക്കെ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിസോഴ്സുകളാണ്. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഈ റിസോഴ്സുകളെയൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഫംഗ്ഷൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഓവർവ്യൂ, എന്തൊക്കെയാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്നുള്ളതാണ്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്ന്, യൂസർ ഇൻ്റർഫേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ, അതുപോലെ റിസോഴ്സ് അലോക്കേഷൻ. നമ്മുടെ എന്താണ് സിസ്റ്റം, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് അതിൻ്റെ അകത്ത് അല്ലേ. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ലോട്ട്സ് ഓഫ് ഒരുപാട് പർട്ടിക്കുലർ ഫങ്ഷൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ സിസ്റ്റം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ വേറെ ഒരുപാട് ഫങ്ഷൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതായത് കമ്പ്യൂട്ടറിൻ്റെ ഒരു സുരക്ഷ ഉൾപ്പെടുന്ന നിരവധി പ്രത്യേക പ്രവർത്തനങ്ങൾ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് അത് കാണാനായിട്ട് പറ്റും. വി ക്യാൻ സീ. ഓക്കെ. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ആദ്യമേ നമുക്കറിയാവുന്നൊരു കാര്യമാണ് എന്താണ്, ഓതൻറ്റിക്കേഷൻ അല്ലേ. ജെനുവിൻ അല്ലാത്ത ഒരാൾ നമ്മുടെ സിസ്റ്റത്തിനെ ആക്സസ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഓതൻറ്റിക്കേഷൻ യൂസ് ചെയ്യുന്നത്. യൂസർ ഓതൻറ്റിക്കേഷൻ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം മസ്റ്റ് ഐഡൻറ്റിഫൈ ഈച്ച് യൂസർ ഹൂ റിക്വസ്റ്റ് ആക്സസ് ആൻഡ് മസ്റ്റ് അസർട്ടൺ ദാറ്റ് ദ യൂസർ ഈസ് ആക്ച്വലി ഹൂ he or she purports to be. The most common authentication mechanism is passport verification. അതായത് ഓതൻറ്റിക്കേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, ഒരു യൂസറിൻ്റെ ഐഡൻറ്റിറ്റി ഐഡൻറ്റിഫൈ ആണ്. ജെനുവിനായിട്ടുള്ള ഒരാളാണോ അല്ലയോ നമുക്ക് റിക്വസ്റ്റ് തന്നേക്കുന്നതെന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത ആൾ ആരാണെന്ന് എന്ത് ചെയ്യുവാണ്, ഒരു ഉദ്ദേശിക്കുക, ഹി ഓർ ഷീ ആരാന്ന് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ. മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓതൻറ്റിക്കേഷൻ മെക്കാനിസമാണ് പാസ്വേഡ് അല്ലേ. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൺ ചെയ്യുന്ന ടൈമിൽ നമ്മളെന്താ പാസ്വേഡ് ഓതൻറ്റിക്കേഷൻ ആണ്. അതായത് നമ്മുടെ ജെനുവിനായിട്ടുള്ള ആൾ തന്നെയാണ് സിസ്റ്റം ഓൺ ചെയ്യുന്നതെന്നുള്ള ഐഡൻറ്റിഫൈ ആണ് പാസ്വേഡ് ഓതൻറ്റിക്കേഷൻ. സെക്കൻഡ് ആണ് മെമ്മറി പ്രൊട്ടക്ഷൻ. മെമ്മറി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറീനെ എങ്ങനെയൊക്കെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈച്ച് യൂസർ പ്രോഗ്രാം മസ്റ്റ് റൺ ഇൻ എ പോർഷൻ ഓഫ് മെമ്മറി പ്രൊട്ടക്റ്റഡ് എഗനസ്റ്റ് അൺഓതറൈസ്ഡ് ആക്സസ്. അതായത് നമ്മളിപ്പം ഓരോ യൂസറും നമ്മുടെ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രോഗ്രാം എന്താ ചെയ്യുന്നത്, മെമ്മറിയുടെ ഒരു പോർഷനിൽ റൺ ചെയ്യും. മസ്റ്റ് റൺ ഇൻ എ പോർഷൻ ഓഫ്
മെമ്മറിയുടെ ഏതെങ്കിലും ഒരു പോർഷനിലായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിൽ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടില്ല, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടില്ല. പ്രൊട്ടക്റ്റഡ് എഗനസ്റ്റ് അൺഓതറൈസ്ഡ് ആക്സസ്. The protection will certainly prevent outsiders access and it may be also control a user own access to restricted part of the program space. അതായത് എന്താണ്, പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഔട്ട്സൈഡിലുള്ള ആൾക്കാരിൽ നിന്ന് എന്താ ആക്സസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, പുറത്തുനിന്നുള്ള ഒരാൾ നമ്മുടെ സിസ്റ്റത്തിനെ ആക്സസ് ചെയ്യുന്നതിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രൊട്ടക്ഷൻ, മെമ്മറി പ്രൊട്ടക്ഷൻ ഇൻവോൾവ് ചെയ്യിക്കുന്നത്. ചില കേസിൽ എന്താണ്, യൂസ് ചെയ്യുന്ന യൂസറിന് തന്നെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് പ്രോഗ്രാം സ്പേസിൽ. ആ പ്രോഗ്രാം സ്പേസിൽ ചില റെസ്ട്രിക്ഷൻ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു PDF വ്യൂ ചെയ്യുക. PDF എന്ത് ചെയ്യാൻ പറ്റില്ല, റൈറ്റ് ചെയ്യാൻ പറ്റില്ല. PDF നമുക്ക് എഡിറ്റ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ പറ്റില്ല. PDF എന്ത് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, ജസ്റ്റ് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അതെന്താണ്, ഒരു റെസ്ട്രിക്ഷനാണ്, നമുക്ക് തന്നെ യൂസറിന് തന്നെയുള്ള ഒരു റെസ്ട്രിക്ഷനാണ്, നമുക്ക് തന്നെയുള്ള ഒരു റെസ്ട്രിക്ഷനാണ്. അതായത് ആ ഒരു മെമ്മറി പോർഷൻ എന്ത് ചെയ്യാനേ പാടുള്ളൂ, നമുക്ക് റീഡ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. ഡിഫറൻഷ്യൽ ഒരുപാട് സെക്യൂരിറ്റീസ് ഉണ്ട്. അതാണ് റീഡ്, റൈറ്റ്, എക്സിക്യൂട്ട് ഒക്കെ. ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, റീഡ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, ചിലപ്പോൾ റൈറ്റ് ചെയ്യാൻ മാത്രമേ പറ്റൂ, ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പം മെമ്മറി പ്രൊട്ടക്ഷൻ യൂഷ്വലി പെർഫോം ചെയ്യുന്നത് ഹാർഡ്വെയർ മെക്കാനിസംസ് ഒക്കെയാണ്. മെമ്മറി പ്രൊട്ടക്ഷൻ യൂഷ്വലി പെർഫോം ഹാർഡ്വെയർ മെക്കാനിസംസ് സച്ച് ആസ് പേജിങ് ഓർ സെഗ്മെൻറ്റേഷൻസ് ഒക്കെ. പേജിങ്ങും സെഗ്മെൻറ്റേഷനും ഒക്കെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. പേജിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ മെമ്മറീനെ എന്താണ് ഫിക്സഡ് ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പേജിങ് എന്ന് പറയുന്നത് അല്ലേ. ഫിക്സഡ് സൈസിൽ ഡിവൈഡ് ചെയ്യും മെമ്മറീനെ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ ഓരോ ബ്ലോക്കിലുമാണ് നമ്മുടെ ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സെഗ്മെൻറ്റേഷൻ ആണെങ്കിൽ എന്താ, ഫിക്സഡ് സൈസ്ഡ് അല്ല, വേരിയബിൾ സൈസ്ഡ് ആണ്. അതിൻ്റെ അകത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡേറ്റാസിനെ അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാമിനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് മെമ്മറി പ്രൊട്ടക്ഷൻ നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ആണ് ഫയൽ ആൻഡ് IO ഡിവൈസ് ആക്സസ് കൺട്രോൾ. ഫയൽ അതുപോലെ IO ഡിവൈസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യണം, നമ്മുടെ യൂസറിൻ്റെ അതുപോലെ സിസ്റ്റം ഫയൽസുകളെയൊക്കെ എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിൽ നിന്ന് നമ്മുടെ ഫയല്, സിസ്റ്റം ഫയലും യൂസറിൻ്റെ ഫയൽസും അതുപോലെ IO ഡിവൈസുകളെയൊക്കെ എന്ത് ചെയ്യണം, മസ്റ്റായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ എന്താണ്, നമ്മുടെ ഒരു ഡേറ്റയുടെ പ്രൊട്ടക്ഷൻ യൂഷ്വലി അച്ചീവ് ചെയ്യുന്നത് ടേബിൾ ലുക്കപ്പ് വെച്ചിട്ടാണ്. ടേബിൾ ലുക്കപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു അറേ അല്ലെങ്കിൽ ഒരു മെട്രിക്സ് ഫോർമാറ്റിൽ ഡേറ്റാനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നൊരു ഫോർമാറ്റാണ്. ദാറ്റ് കണ്ടെയ്ൻ ഐറ്റം ദാറ്റ് ആർ സെർച്ച്ഡ്. അപ്പം ആ ടേബിളിൻ്റെ അകത്തുണ്ടായിരിക്കും നമുക്ക് സെർച്ച് ചെയ്യേണ്ട എന്ത് കാര്യമാണോ ഉള്ളത്, എന്താണ് ആ ടേബിളിലുണ്ട്, ടേബിൾ ലുക്കപ്പിൻ്റെ അകത്തുണ്ടായിരിക്കും. അതുമായിട്ട് സെർച്ച് ചെയ്ത് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ഡേറ്റാനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ടേബിളിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാരാണോ ഈ ഡേറ്റ ആക്സസ് ചെയ്യാൻ വന്നേക്കുന്നതെന്ന് എന്ത് ചെയ്യുന്നു, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെക്ക് ചെയ്ത് നോക്കും. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്തുള്ളൂ, ആക്സസ് റൈറ്റ്സ് കൊടുക്കത്തുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ആണ് അലോക്കേഷൻ ആൻഡ് ആക്സസ് കൺട്രോൾ ടു ജനറൽ ഒബ്ജക്റ്റ്. അതായത് നമ്മുടെ പൊതുവായിട്ടുള്ള ഒബ്ജക്റ്റുകളുണ്ട്, ജനറൽ ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ. അപ്പോൾ അങ്ങനെയുള്ള ഒബ്ജക്റ്റുകളുടെ അലോക്കേഷനും ആക്സസ് കൺട്രോളും എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളത്. അതായത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ വന്നാൽ എന്താണ്, ജനറൽ ഒബ്ജക്റ്റുകളെ നമ്മൾ ആക്സസ് കൊടുക്കില്ല, അല്ലെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കത്തില്ല. അതെങ്ങനെയാണെന്നാണ് നോക്കാം. യൂസർ നീഡ് ജനറൽ ഒബ്ജക്റ്റ് സച്ച് ആസ് കൺസ്ട്രക്ട് ടു പെർമിറ്റ് കൺകറൻസി ആൻഡ് അലോ സിൻക്രണൈസേഷൻ. അതായത് ചില യൂസേഴ്സിന് എന്താണ്, നമ്മുടെ ഈ പൊതുവായിട്ടുള്ള ഒബ്ജക്റ്റുകൾ വേണ്ടി വരും. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺകറൻസി അതുപോലെ സിൻക്രണൈസേഷനൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയില്ല, കൺകറൻസി പെർമിറ്റ് ചെയ്യാനും. കൺകറൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് എ ടൈമിൽ ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് കൺകറൻസി എന്ന് പറയുന്നത്. കൺകറൻ്റ് ആയിട്ട് പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് കൺകറൻസി. സിൻക്രണൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരേ റിസോഴ്സുകൾക്ക് വേണ്ടി ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകൾ റിക്വസ്റ്റ് കൊടുക്കുമ്പം അവിടെ എന്ത് സംഭവിക്കും, ഒരു ഡെഡ് ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ഒരു കൂട്ടിയിടിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് സിൻക്രണൈസേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം സിൻക്രണൈസേഷനും കൺകറൻസിയൊക്കെ പെർമിറ്റ് ചെയ്യാനും അലോ ചെയ്യാനും ഒക്കെ വേണ്ടി നമ്മളെന്താണ്, ജനറൽ ആയിട്ടുള്ള ഒബ്ജക്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാമെന്നും ആക്സസ് കൺട്രോൾ കൊടുക്കാം എന്നുള്ളതുമാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണ്,
ഈ ഒബ്ജക്റ്റ് ജനറലായിട്ടുള്ള ഒബ്ജക്റ്റുകൾ നമ്മൾ ആക്സസ് ചെയ്യുമ്പം ഇപ്പോൾ ഒരു യൂസർ മറ്റൊരു യൂസറിന് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകാൻ പാടില്ല. മസ്റ്റ് ബി കൺട്രോൾഡ് സോ ദാറ്റ് വൺ യൂസർ ഡസ് നോട്ട് ഹാവ് എ നെഗറ്റീവ് എഫക്റ്റ് ഓൺ അതർ യൂസർ. അതായത് ഒരാൾ എന്ത് ചെയ്യുന്നു, ഈ ജനറൽ ഒബ്ജക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അയാൾ യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മറ്റേ യൂസറിന് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യുന്നതും ഇവിടെ ആരാണ്, ടേബിൾ ലുക്കപ്പ് ആണ് അങ്ങനെയുള്ള കാര്യവും ഹാൻഡിൽ ചെയ്യുന്നത്. വെച്ചാൽ ഒരാൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് മറ്റേ ഒരു യൂസറിന് അത് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവാൻ പാടില്ല. അത് കൺസിഡർ ചെയ്യുന്ന ആരാണ് ഇവിടെ, ടേബിൾ ലുക്കപ്പ് തന്നെയാണ് ഇവിടെ ആ ഒരു പ്രൊട്ടക്ഷനും എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് എൻഫോഴ്സ്ഡ് ഷെയറിങ്. എൻഫോഴ്സ്ഡ് ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും നിർബന്ധമായിട്ട് പങ്കിടുകയില്ലേ, ഷെയർ ചെയ്യുന്ന പ്രോസസ്സിനാണ് എൻഫോഴ്സ്ഡ് ഷെയറിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം എന്താണ്, ഒരു റിസോഴ്സ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ടു യൂസേഴ്സ് ആസ് അപ്രോപ്രിയേറ്റ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു യൂസറിന് ഉചിതമായ രീതിയിൽ റിസോഴ്സുകൾ ലഭ്യമാകണം. ഇപ്പോൾ ഒരു യൂസറിന് ആവശ്യമുള്ള ഒരു റിസോഴ്സിന് വേണ്ടി അയാൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്കത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, അവൈലബിൾ ആയിരിക്കണം ആ റിസോഴ്സ്, അല്ലേ? ഇപ്പോൾ ഒരു CPU വേണ്ടി റിക്വസ്റ്റ് തന്നു. അപ്പോൾ എന്താണ്, അയാൾക്ക് ആ CPU റിസോഴ്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം ആവശ്യമായിട്ടുള്ള രീതിയിൽ. പിന്നെന്താണ്, നമ്മൾ ആ ഷെയർ ചെയ്യുന്ന കാര്യം എന്താണ്, നീഡ് ടു ഗ്യാരൻറ്റി ഇൻറ്റഗ്രിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. നമ്മൾ കൊടുക്കുന്ന റിസോഴ്സുകൾക്ക് ഇൻറ്റഗ്രിറ്റിയും കൺസിസ്റ്റൻസിയും ഗ്യാരൻറ്റി ഉണ്ടായിരിക്കണം. കൊടുക്കുന്ന കാര്യം കൺസിസ്റ്റൻസിയും പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ ഇൻറ്റഗ്രിറ്റിയും ഗ്യാരൻറ്റി പ്രൊവൈഡ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ഇവിടെ എന്താണ്, ടേബിൾ ലുക്കപ്പ്, ഒരു ടേബിൾ ലുക്കപ്പ് ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് എന്താണ് റിസോഴ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താണ്, ഇൻറ്റഗ്രിറ്റി കൺട്രോളുകളെയാണ് കമ്പൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇൻറ്റഗ്രിറ്റി കൺട്രോളുകളെ കമ്പൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്താണ്, സച്ച് ആസ് മോണിറ്റേഴ്സ് ഓർ ട്രാൻസാക്ഷൻ പ്രോസസ്സേഴ്സ് ആണ്. മോണിറ്റേഴ്സ് എന്ന് വെച്ചാൽ ആരുടെ കയ്യിലാണ് ഇപ്പം നിലവിൽ ആ റിസോഴ്സ് ഉള്ളത് എന്ന്, ആർക്കാണ് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് എന്നൊക്കെ എന്ത് ചെയ്യുന്നു, മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഈ എൻഫോഴ്സ്ഡ് ഷെയറിങ്ങിൽ എന്ത് ചെയ്യുന്നു, അപ്പോൾ ഈ ടേബിൾ ലുക്കപ്പ് യൂസ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഷെയറിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ആർക്ക് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. കൺട്രോൾഡ് ഷെയറിങ്ങിനെ സപ്പോർട്ടബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഗ്യാരൻറ്റീഡ് ഫെയർ സർവീസസ്. ഗ്യാരൻറ്റീഡ് ഫെയർ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യായമായ സേവനം. ന്യായമായിട്ട് എല്ലാവർക്കും എന്ത് ചെയ്യണം, റിസോഴ്സുകൾ സർവീസ് പ്രൊവൈഡ് കിട്ടണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു കേസാണ്. ഓൾ യൂസേഴ്സ് എക്സെപ്റ്റ് CPU യൂസേജ് ആൻഡ് അതർ സർവീസ് ടു പ്രൊവൈഡ് സോ ദാറ്റ് നോ യൂസർ ഈസ് ഇൻഡെഫിനിറ്റ്ലി സ്റ്റാർവ്ഡ് ഫ്രം റിസീവിങ് സർവീസ്. അതായത് ഇപ്പോൾ എന്താണ്, എല്ലാ യൂസേഴ്സ് എക്സെപ്റ്റ് CPU യൂസേജ് ഒഴികെ എല്ലാവർക്കും എന്താണ്, ഒരേ രീതിയിൽ എന്ത് ചെയ്യണം, സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റണം. ഒരു ഇപ്പോൾ റിക്വസ്റ്റ് തന്ന ഒരാൾക്ക് കിട്ടുന്ന അതേ രീതിയിൽ തന്നെ വേറൊരാൾക്ക് എന്ത് ചെയ്യണം, ആ സർവീസ് കിട്ടേണ്ടതായിട്ടുണ്ട്. ഒരാൾക്ക് കിട്ടുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, ന്യായമായിട്ട് മറ്റൊരാൾക്കും സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഒരു സേവനം സ്വീകരിക്കുന്നതിൽ നിന്ന് ഒരു ഉപഭോക്താവിന് അനിശ്ചിത കാലത്തേക്ക് മാറ്റി നിർത്താനൊന്നും പറ്റത്തില്ല. ഒരാൾക്ക് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മതി, നീ ഇത്ര സർവീസ്, നിനക്കിപ്പോൾ സർവീസ് ഇല്ല, ആദ്യം വന്ന ആൾക്കാണ് സർവീസ് ഉള്ളത്, അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഗ്യാരൻറ്റീഡ് ഫെയർ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവർക്കും എന്താണ്, ഒരുപോലെ ആയിരിക്കും സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഹാർഡ്വെയർ ക്ലോക്കുകളാണ് ഇവിടെ കമ്പൈൻ ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഹാർഡ്വെയർ ക്ലോക്ക് കമ്പൈൻ വിത്ത് ഷെഡ്യൂളിംഗ് ഡിസിപ്ലിൻസ് ടു പ്രൊവൈഡ് ഫെയർനെസ്. എല്ലാവർക്കും എന്ത് ചെയ്യണം, സർവീസ് ഷെഡ്യൂളായിട്ട് കൊടുക്കാൻ വേണ്ടി എന്താണ്, ഹാർഡ്വെയർ ക്ലോക്കുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സിൻക്രണൈസേഷൻ. ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സിൻക്രണൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു പ്രോസസ്സ് മറ്റൊരു പ്രോസസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതായത് ഇപ്പോൾ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ അതിന് മറ്റൊരു പ്രോസസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ചിലപ്പോൾ എന്താണ്, ആ പ്രോസസ്സിൻ്റെ അകത്തുള്ള എന്തെങ്കിലും റിസോഴ്സുകളെ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ആക്സസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ പ്രോസസ്സുമായിട്ട് സിൻക്രണൈസ് ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ രണ്ട് പ്രോസസ്സുകൾക്കിടയിൽ ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യും.
രണ്ട് പ്രോസസ്സുകൾക്കിടയിൽ എന്ത് ചെയ്യുന്നു, ഒരു ബ്രിഡ്ജായിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ട് ചെയ്യും. അതിനെയാണ് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ചിലപ്പോൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ്റെ ബേസിലായിരിക്കും, അല്ലെങ്കിൽ സിൻക്രണൈസേഷൻ്റെ ബേസിലായിരിക്കും ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു ആക്സസ് കൺട്രോൾ ചെയ്യാൻ എന്ന് വെച്ചാൽ ഒരു കാര്യം ആക്സസ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ളൊരു എന്താണ് ഒരു മീഡിയേറ്ററായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അതിനാണ് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് പ്രൊട്ടക്റ്റഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊട്ടക്ഷൻ ഡേറ്റ. അതായത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അതിൻ്റെ അകത്ത് ഡേറ്റാനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മസ്റ്റ് മെയിൻറ്റെയിൻ ഡേറ്റ ബൈ വിച്ച് ഇറ്റ് ക്യാൻ എൻഫോഴ്സ് സെക്യൂരിറ്റി. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, മസ്റ്റ് മെയിൻറ്റെയിൻ ഡേറ്റാനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഒരു ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ഒരു സെക്യൂർ ആയിട്ടൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എന്താണ് അതിൻ്റെ അകത്ത് ഡേറ്റാനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു എന്താണ് ഒരു ഡ്യൂട്ടിയാണ് അല്ലേ. അത് എന്താണ് അവിടെ സെക്യൂരിറ്റി എൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതും ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു കഴിവാണ്. എന്ന് വെച്ചാൽ ഒരു സെക്യൂരിറ്റി എൻഫോഴ്സ് ചെയ്യുക, സെക്യൂരിറ്റി നടപ്പാക്കുക എന്നുള്ളത് എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു കടമയാണ്. ഒബ്വിയസ്ലി ഇഫ് ദീസ് ഡേറ്റ ആർ നോട്ട് പ്രൊട്ടക്റ്റഡ് എഗനസ്റ്റ് അൺഓതറൈസ്ഡ് ആക്സസ്. അതായത് നമുക്കിപ്പം ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസിൽ നിന്നും ഹാക്കേഴ്സിൽ നിന്നും ഡേറ്റാനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കനോട്ട് പ്രൊവൈഡ് എൻഫോഴ്സ്മെൻറ്റ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ സെക്യൂരിറ്റി നടപ്പാക്കാനായിട്ട് എൻഫോഴ്സ് ചെയ്യാനും പറ്റത്തില്ല. ഡേറ്റാനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് ഓൾറെഡി എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും പ്രൊട്ടക്റ്റഡ് അല്ല. അതായത് ഇപ്പോൾ എന്താണ് എൻക്രിപ്ഷൻ വേരിയസ് ടെക്നിക്ക് ഇൻക്ലൂഡിങ് എൻക്രിപ്ഷൻ, ഹാർഡ്വെയർ കൺട്രോൾ ആൻഡ് ഐസൊലേഷൻ സപ്പോർട്ട് ഐസൊലേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊട്ടക്ഷൻ ഡേറ്റ. അതായത് നമുക്ക് എന്താണ് എൻക്രിപ്ഷൻ പോലെയുള്ള അല്ലെ ഹാർഡ്വെയർ കൺട്രോളുകൾ ഒക്കെ വഴി എന്ത് ചെയ്യാൻ പറ്റില്ല, ഡേറ്റാനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഡേറ്റാനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനടുത്ത ഡേറ്റാനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ എൻക്രിപ്ഷൻ അതുപോലെ ഹാർഡ്വെയർ കൺട്രോളുകളൊക്കെ വഴി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഒരു ടോപ്പിക്കിൻ്റെ അകത്ത് പഠിച്ചായിരുന്നു. ഫയർവാൾ എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസാണ്, സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നൊരു ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ഡിവൈസാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡിവൈസുകളൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. അല്ലാത്ത പക്ഷം എന്താണ് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ എന്താണ് ഐസൊലേറ്റഡ് ആയിട്ട് പോകും, ഒറ്റപ്പെട്ടു പോകും. സപ്പോർട്ട് ഐസൊലേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊട്ടക്ഷൻ ഡേറ്റ. അതായത് എന്താണ് ഒറ്റപ്പെട്ട രീതിയിൽ എന്ത് ചെയ്യണം, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. ഓക്കെ ഓക്കെ, താങ്ക് യു.